ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂ സമ്മർ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തമിഴ് മൂവിയാണ്. നമുക്കെല്ലാവർക്കും തമിഴിൽ നിന്നും 2025 വർഷം ഈ വർഷം റിലീസ് ചെയ്ത ചിത്രങ്ങൾ നോക്കി കഴിഞ്ഞാൽ വിരലെണ്ണാവുന്ന ചിത്രം മാത്രമാണ് നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ കയറിയിട്ടുള്ള. ബാക്കിയെല്ലാം വൻ പരാജയമായിരുന്നു. സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളടക്കം റിലീസ് ചെയ്തിട്ട് പോലും ആരും തിയേറ്ററിൽ ആളെ കയറ്റാനോ അല്ലെങ്കിൽ എന്താ പറയുക ജനങ്ങൾക്ക് ഒരു സംതൃപ്തി നൽകുന്ന ചിത്രങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിരലെണ്ണാവുന്ന വെറും ചുരുക്കമായ ചിത്രങ്ങൾ മാത്രം. അതേക്കുറിച്ച് ഡീറ്റെയിൽ നമ്മൾ പറയുന്നില്ല. അപ്പോൾ എന്നാൽ ദീപാവലി റിലീസുമായി ബന്ധപ്പെട്ട് തമിഴിൽ നിന്നും ഏകദേശം 3 ചിത്രങ്ങൾ റിലീസ് ചെയ്തിരുന്നു. ബൈസൺ, അതുപോലെ തന്നെ ഡൂഡ്, അതുപോലെ ഡീസൽ എന്ന് പറയുന്ന 3 ചിത്രങ്ങൾ. അതിൽ ഡൂഡിനോട് ഡീറ്റെയിൽ ആയ റിവ്യൂ നമ്മൾ ചെയ്തിരുന്നു. എനിക്കൊരു ഏവറേജ് അനുഭവമായിട്ട് മാത്രമാണ് ഡൂഡ് തോന്നിയിരുന്നുള്ളൂ. എന്തായാലും ഇത് കണ്ടു നോക്കുക. നമ്മൾ എന്തായാലും ഇപ്രാവശ്യം റിവ്യൂമായി വന്നിട്ട് ഡീസൽ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. ഷമ്മുഖൻ മുത്തുസ്വാമിയാണ് ഡയറക്ഷൻ ആൻഡ് റൈറ്റിംഗ് ചെയ്തിട്ടുള്ളത്. കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഭാവി സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന ഹാരിഷ് കല്യാൺ, അതുപോലെ തന്നെ വിനയ് റായ്, അതുല രവി തുടങ്ങിയവർ പ്രധാനമായും കാസ്റ്റിങ്ങിനായി വന്നിട്ടുള്ളത്. കാസ്റ്റിംഗൊക്കെ വളരെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന ടീം തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളൂ. എനിക്കൊന്ന് ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ വളരെ കുറഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയായിരിക്കാം ഡീസലിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ആ ബഡ്ജറ്റ് കുറഞ്ഞത് കൊണ്ട് തന്നെയായിരിക്കാം അതിൽ അഭിനയിച്ചവരുടെയും മുഖത്തുള്ള ഒരു പ്രസരിപ്പും വളരെ കുറവ് തന്നെയായിരുന്നു. എനിക്ക് എവിടെ നോക്കിയാലും ഡീസൽ എന്താ പറയുക വളരെ അധികം ആളിക്കത്താത്ത ഗുണമേയമില്ലാത്ത ഒരു ഡീസലായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഇതിൽ സ്റ്റോറി നോക്കാം. ഡീസലിന്റെ സ്റ്റോറി നോക്കുമ്പോൾ നമ്മുടെ നായകന്റെ ചെറുപ്പകാലം മുതലാണ് സ്റ്റോറി ആരംഭിക്കുക. അതായത് നായകന്റെ അച്ഛന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അത് പ്രധാനമായിട്ടും ഇതിനെ കണ്ടിട്ട് നോക്കി കഴിഞ്ഞാൽ ഡീസൽ തന്നെയാണ്. അവിടെയാണ് എന്താണ് ഇത് കണ്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ആ പഴയൊരു കാലഘട്ടത്തിൽ നിന്നും ഒരു ബീച്ച് ഏരിയ കാണിക്കുന്നുണ്ട്. ബീച്ചിൽ നിന്നും ഒരു ജ്ഞാനം എടുക്കുന്നു, ഭാഗമായി കാണിക്കുന്നു. ഒരു എന്താ പറയുക പണ്ടത്തെ നമ്മുടെ ഒരു കുഴപ്പ സെറ്റ് ഡീസൽ അത് കടത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനൊക്കെ ഒരുപാട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് തന്നെ. ഒരു പക്ഷെ അതിനായി എതിർക്കുക അല്ലെങ്കിൽ അതിൽ നിന്നും എങ്ങനെയാണ് ഡീസൽ തട്ടിയെടുക്കുക എന്ന് നായകന്റെ അച്ഛനും കുറച്ച് സുഹൃത്തുക്കളും ചേർന്ന് തീരുമാനിക്കുന്നു. പക്ഷെ ആ തീരുമാനത്തിനിടയിൽ അല്ലെങ്കിൽ ആ പോരാട്ടത്തിനിടയിൽ നായകന്റെ അച്ഛൻ മരണപ്പെട്ടു പോയി നമ്മുടെ കഥാനായകൻ അനാഥരായം ചെയ്യുന്നു. അങ്ങനെ നായകന്റെ അച്ഛന്റെ സുഹൃത്ത് ഇതിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മകനായി വളർത്തുമകനായിട്ട് അറിയപ്പെടുന്നു. അതാണ് ഇതിന്റെ കണ്ടന്റായി കൊണ്ടുവരുന്ന സ്റ്റാർട്ടിങ്ങിലൊക്കെ. അതിനുശേഷം നമ്മുടെ നായകനാണ് ആ ഡീസൽ സപ്ലൈയും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് കണ്ടന്റായി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പോസിറ്റീവ് വശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പോസിറ്റീവായി തോന്നിയ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് ഹാഫിൽ വരുന്ന ഒരു പാട്ടുണ്ട്. അത് കേൾക്കാൻ രസമായിരുന്നു. ബാക്കിയെല്ലാം വൻ പരാജയമായിട്ടാണ് പറയാനുള്ളൂ. നെഗറ്റീവ് നോക്കുമ്പോൾ തുടക്കം തൊട്ട് ഒടുക്കം വരെയും ഗംഭീരമായിട്ടുള്ള നെഗറ്റീവ് തന്നെയാണ് പടത്തിന്റെ ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് പറയാനുള്ളത്. കാരണം തിരക്കഥ വളരെ ഒരു വീക്കായിട്ടുള്ള ഒരു തിരക്കഥ തന്നെയാണ്. കാരണം കാണുന്ന പ്രേക്ഷകനെ എവിടെയും തന്നെ പിടിച്ചിരുത്താനോ അല്ലെങ്കിൽ അടുത്ത് എന്ന് ചിന്തിപ്പിക്കാൻ തോന്നുന്ന തരത്തിലോ ഒന്നും തന്നെയില്ല. ഒരു നല്ല ആക്ഷൻ സീൻസോ നല്ല ഡയലോഗ് ഡെലിവറിയോ ഒന്നും തന്നെ വളരെ മോശമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഘടകമായി എടുത്തു പറയാച്ചാൽ വളരെ വീക്കായിട്ടുള്ള ഒരു തിരക്കഥ തന്നെയായിരുന്നു. കാരണം കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും മറ്റു ഇൻഡസ്ട്രിയിൽ നോക്കി കഴിഞ്ഞാലും ഡീസൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നുള്ള ചിത്രം വളരെ വിരളമായിരിക്കും. സ്പിരിറ്റ് പോലെയുള്ള ഡീസലുമായി പ്രമേയമാക്കി കൊണ്ടുവരുന്ന ഒരു ചിത്രം ഇതാദ്യമായി തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടന്റ് കിട്ടിയിട്ട് പോലും എന്തെന്ന് ചെയ്യാതെ ആലോചിച്ച് നിൽക്കുന്ന ഒരു ഡയറക്ടറെയാണ് ഞാൻ ഇത് കാണാൻ വേണ്ടി സാധിച്ചത്. കാരണം ഇത് കണ്ടന്റ് ആണ് പ്രധാനമായിട്ടും നായകനെ എങ്ങനെ ഡീസൽ സപ്ലൈ ചെയ്യാം, മറ്റുള്ളവർക്ക് ഉപദ്രവിക്കാതെ എങ്ങനെ അതിൽ നിന്നും അതിജീവിക്കാം, ഇതാണ് ഇതിന്റെ കണ്ടന്റ് ആയിട്ട് ഇത്രേ ഉള്ളൂ പടത്തില്. അപ്പോൾ അത് വളരെ വീക്കായിരുന്നു. ആ വീക്കായ ഒരു തിരക്കഥയിൽ എന്താ പറയാ നായകൻ അതുപോലെ നായിക വില്ലന്മാർ അതിൽ അഭിനയിച്ച എല്ലാവരും മോശമായിട്ടുള്ള ഒരു പ്രകടനം കൊണ്ട് തന്നെ വളരെ വീക്കായി അവിടെ ഡൗൺ ആവുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മളൊരു ചിത്രം എടുത്തു നോക്കി കഴിഞ്ഞാൽ തിരക്കഥ വീക്കാവുന്നിടത്ത് ഒരുപക്ഷെ പ്രകടനം മനോഹരമാക്കിയത് കൊണ്ട് തന്നെ ആ കഥാപാത്രത്തിന്റെ പേര് ഒരുപാട് എടുത്തു പറയാറുണ്ട്. മറ്റു ചിലത്ത് പ്രകടനം വളരെ മോശമാണെങ്കിൽ പോലും എന്താ പറയാ ആ ഒരു തിരക്കഥയിൽ കൊണ്ട് തന്നെ മുന്നോട്ട് വരുന്ന പല ചിത്രങ്ങളും നമ്മൾ കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ തന്നെ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും പല ഇൻഡസ്ട്രിയിൽ നമ്മൾ കാണുന്ന ചിത്രങ്ങൾ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. ഒരുപക്ഷെ രണ്ടും വീക്കായാലും ഈ ബാഡ് സ്കോർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് BGM ഈ പശ്ചാത്തലം ചില ഭാഗത്ത് സപ്പോർട്ട് ചെയ്യാത്ത പാട്ടുകളിൽ നിന്നും. പക്ഷെ ഇവിടെയും അത് ഡൗൺ ആവുന്നത് 3 ഡൗൺ ആയാലോ ഡയറക്ഷൻ എന്ന് പറയുന്ന കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയാ എന്റെ സിനിമാഗ്രഫി ഇതെല്ലാം വീക്കായി പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സമീപകാലത്തെ ചിത്രയും തമിഴിൽ നിന്നും ഇത്രയും വളരെ വേസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് ലോ ആയിട്ടുള്ള ചിത്രം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതായത് എല്ലാ തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഒന്നും എടുത്തു പറയാത്ത ഒരു കാട്ടപരാധം പിടിച്ച ഒരു ചിത്രം വേറെ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിൽ ഡീസലിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റോ ഇതിലോ സ്റ്റോറിയോ കാര്യങ്ങളോ മുന്നോട്ട് പോകുന്നില്ല. നായകനും കുറച്ച് കൂട്ടരുണ്ട്. അതായത് ഇവർ തുടക്കം മുതൽ ഡീസൽ സപ്ലൈ ചെയ്യുന്ന വ്യക്തിയാണ്. പമ്പിലേക്കൊക്കെ ഡീസൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറച്ച് എതിർ ടീമായിട്ടുള്ള കുറച്ച് വ്യക്തികൾ അവർക്ക് സപ്പോർട്ട് ആകാൻ വേണ്ടിയിട്ട് ഒരു പോലീസായിരുന്നു.
സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. ആ ഡീസന്റെ കാര്യം വിട്ടോ, നമ്മൾ പല പല ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. അതിനിടയ്ക്ക് നമ്മുടെ നായകന് തിരിച്ചറിവ് വരുന്നു, പോലീസുകാരനെതിരെ പോരാടുന്നു, പോലീസിനെ തല്ലാൻ വേണ്ടി നടക്കുന്നു. പിന്നീട് നമ്മൾ നിയമവും നായകനും തമ്മിലുള്ള ഒരു പോരാട്ടം. ലാസ്റ്റ് നിയമം തിരിച്ചറിയുന്നു നമ്മുടെ നായകൻ നല്ലവനായിരുന്നു, സുഹൃത്തുക്കളായിരുന്നു. അതൊക്കെ കണ്ടത് തന്നെയാണ് ഏകദേശം ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചുള്ളൂ. ഇടയ്ക്ക് നമ്മുടെ ദിലീപിന്റെ വളരെ പരമേശ്വരത്തിനെ ഓർമ്മപ്പെടുത്തുന്ന സീനൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. ഐസിൻ കട്ടയിൽ ഡീസൽ കടത്തുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്. വളരെ ഗംഭീരമായി തന്നെ ചെയ്തു. എന്തെന്നുള്ള ചോദ്യം തന്നെയാണ്. പ്രധാനമായിട്ട് ഒരു ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട സ്റ്റോറിക്കാണ് കഥ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ആ രീതിയിൽ തന്നെ ഡെവലപ്പ് എടുക്കാൻ സാധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് കണ്ടിച്ച് ചെയ്യാൻ സാധിച്ചിരുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പോരായ്മകളായി എടുത്തു പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ തിരക്കഥ ഒരു വീക്കായിരുന്നു. പക്ഷെ ആ തിരക്കഥയുടെ ഇടയിലൊക്കെ ശ്രദ്ധിച്ചു ഇരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഡീസൽ എന്ന് പറഞ്ഞ ചിത്രം ഒരു ഏവറേജ് അനുഭവമെങ്കിലും നമുക്ക് കിട്ടിയേനെ. പക്ഷെ ഇതോടെയും ആ ഒരു അനുഭവം തരാൻ സാധിക്കുന്നില്ല ചിത്രത്തിന്. വളരെ കൂപ്പ് കുത്തി വീഴുന്ന ഒരവസ്ഥ തന്നെയാണ് ഡീസൽ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. പാട്ടിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു പാട്ടുണ്ട്. അതൊരു പക്ഷേ OTT വന്നാലോ അല്ലെങ്കിൽ എന്താ പറയുക യൂട്യൂബിലൊക്കെ പാട്ട് ട്രെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം ഒരു ഓക്കെ ലെവലുള്ള ഒരു പാട്ട് തന്നെയാണ്. നായകനുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. അല്ലാണ്ട് ഒരു ഡപ്പാമത്ത് പാട്ട് വേറെ ഉണ്ട്. അത് എന്റെ പോലെ തല വേദനിക്കുന്ന ഒരു പാട്ടായിരുന്നു അതൊക്കെ. അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയോ ഇമോഷണൽ നിൽക്കുമ്പോൾ നായകൻ ഡാൻസ് കളിക്കുന്നു, അല്ലെങ്കിൽ മാസിന്റെ ഇടയ്ക്ക് ഒരു ഡാൻസ് പരിപാടി. നായകൻ 2 ഷർട്ടിന്റെ മേലെ ഒരു പാന്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഐറ്റംസും പരിപാടികൾ എടുത്ത് കാണിക്കുന്നുണ്ട്. സാധാരണ തമിഴ് പടമല്ല, എന്തേലും ആവട്ടെ എന്ന് വിചാരിക്കും. പിന്നെ വിനയറായി ഉണ്ട് വില്ലനായിട്ട് വന്നിട്ടുള്ള. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ മമ്മൂക്ക ക്രിസ്റ്റഫറിലെ വില്ലനായിരുന്ന അദ്ദേഹം ലാസ്റ്റ് ഇറങ്ങിയ മലയാളം നോക്കി ഐഡന്റിറ്റി, തെരുവിൽ നിന്നും ഹനുമാൻ, തമിഴിൽ നിന്ന് നോക്കിയ ഹീറോ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ വില്ലനായിട്ട് അടിവേടിച്ച് കൂടുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ ഇത്രയൊരു നടനെ കിട്ടിയിട്ടും ഇവർക്ക് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ സാധിച്ചിരുന്നത് ഒരു മണ്ണായിട്ടുള്ള ഒരു IPS ഓഫീസ് കഥാപാത്രമായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളൂ. ജീപ്പ് നായകൻ എടുത്തുകൊണ്ട് പോയി പോലീസുകാരെ ശകാരിക്കുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിന്റെ പണികൾ ഏതൊക്കെ പറയുന്നു. ഇപ്പോൾ തന്നെ ഇതില് നമ്മുടെ മുഖ്യമന്ത്രിയോട് തട്ടിക്കുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്. മാപ്പ് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ ആവശ്യമില്ലാത്ത കുറെ സീൻസ് ഒക്കെ ആരൊക്കെയോ ഇടയ്ക്ക് കടന്നു വരുന്നു. അവസാനം ഭാഗത്ത് നായകനെതിരെ ഒരു നിയമ പോരാട്ടം തന്നെ സംഭവിക്കുന്നു. നമ്മുടെ നായകൻ തിരിച്ചറിയുന്നു, ഞാൻ ജനങ്ങളോട് സംസാരിക്കാന്ന് പറയുന്നു, ഞാൻ ജനങ്ങളോട് സംസാരിക്കുന്നു. അക്കാനത്തിന്റെ കണ്ടനായി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഗുണമേന്മ ഒന്നില്ലാത്തവരെ തേഞ്ഞൊട്ടിയിട്ടുള്ള ഒരു തിരക്കഥ. അതാണ് ഏറ്റവും വീക്കായിട്ട്. നമ്മൾ ഡീസൽ നമ്മൾ ചില വണ്ടികൾക്ക് അടിക്കാറുണ്ട്. ഒരു ഭാഗം പ്രധാനമായിട്ട് ഇതിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഈ കടലിൽ നിന്നും ഡീസൽ അടിച്ചിരുന്നുള്ള പമ്പിൽ നിന്നും. പക്ഷെ ഒരു 5 മിനിറ്റ് വണ്ടിയുടെ എഞ്ചിൻ കംപ്ലീറ്റ് കത്തിപ്പോയി. പുതിയ കാറായിരുന്നു, മേടിച്ചത് 10 മിനിറ്റ് കഴിഞ്ഞുള്ളൂ പറയണം. അപ്പൊ അങ്ങനെ സീനിൽ കാണിക്കുന്നത് ചോദിക്കും. അപ്പൊ ആ സ്പോട്ടിൽ നിന്ന് പോലീസുകാരൻ വരുന്നു. നമ്മുടെ പമ്പുടമെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നായകൻ വരുന്നൊരു ഭാഗമായി കാണിക്കുന്നുണ്ട്. അവൻ സയൻസിൽ പോലെ തന്നെ കുറച്ച് ഡീസൽ എടുക്കുന്നു, മറ്റേ കോലിട്ട് കുത്തുന്നു, ഇതിൽ നിന്ന് കെമിക്കൽ കണ്ടെത്തുന്നു, നേരെ ടാങ്കിലുള്ളിൽ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ നമ്മുടെ വില്ലന്മാരെ കണ്ടെത്തുന്നു. പിന്നീടുള്ള പോരാട്ടം, അതൊക്കെ അതിന്റെ കണ്ടന്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അങ്ങനെ ഒരുപാട് കോമഡിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സീൻസ് ഒക്കെ പടത്തിൽ കോമഡി ഒന്നും ഇല്ലെങ്കിൽ പോലും ഇങ്ങനത്തെ കോപ്രായങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്കത് ചിരിക്കാനുള്ള ഒരു മലങ്കട്ട എന്ന രീതിയിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ ആസ്വദിക്കുന്ന ഒരു ഘടകങ്ങളുണ്ട്. അപ്പൊ ഡീസലിനെ കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വില കുറഞ്ഞിട്ടുള്ള, ഗുണമേന്മ ഇല്ലാത്ത നിലവാരം കുറഞ്ഞിട്ടുള്ള, എഞ്ചിൻ പോലും കത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള, പണ്ടത്തെ കാലത്ത് എന്താ പറയാ പെട്രോൾ പമ്പിൽ പോലും ഉപയോഗപ്പെടുത്താത്തുള്ള, കനാലിൽ ഒഴുക്കി കളയാൻ പറ്റുന്ന ഒരു ഡീസലാണ് ഞാൻ കണ്ടത്. ഡീസലിനെ കുറിച്ച് ഇത്രയൊക്കെ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ ഡീസൽ എന്ന് പറയുന്ന ചിത്രം കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതല്ല കാണാത്തവരാണെങ്കിൽ എന്തായാലും OTT വരുന്നതായിരിക്കും പേര് ചെയ്യാൻ എനിക്ക് പറയാനുള്ളൂ. അതല്ല നിങ്ങൾക്ക് സമയം ഇഷ്ടം പോലെ ഉള്ള വ്യക്തിയാണ് സ്വയം ഡീസൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നമ്മൾ ഡീസലിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് പരിഗണിക്കുക. വീണ്ടും മറ്റു ചിത്രത്തിന്റെ റിവ്യൂമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതിന് കാത്തിരിക്കും. ബൈ ബൈ.